നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചിഴച്ചത് 1/2 കിലോമീറ്റർ. വയനാട് മാനന്തവാടിയിലാണ് സംഭവം നടക്കുന്നത്. വിനോദസഞ്ചാരികളാണ് ആദിവാസി യുവാവ് മാതൻ എന്നയാളെ റോഡിലൂടെ വലിച്ചിഴച്ചത്. കാറിന്റെ ഡോറിനോട് കൈ ചേർത്ത് പിടിച്ച് 1/2 കിലോമീറ്ററോളമാണ് ഇവർ യുവാവിനെ വലിച്ചിഴച്ചത്. രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഇയാൾ ഇടപെട്ടതാണ് ഇതിനെല്ലാം കാരണം. മാതന്റെ കൈകാലുകൾക്കും സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. യുവാവിനെ വലിച്ചിഴച്ച കാർ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വയനാട് കണിയാമ്പറ്റയിലെ വീട്ടിലാണ് കാർ കണ്ടെത്തിയത്. കുറ്റിപ്പുറത്ത് രജിസ്റ്റർ ചെയ്ത കാർ വയനാട്ടിലെ കമ്പളക്കാടുള്ള മകളുടെ വീട്ടിലേക്ക് കൊടുത്തയച്ചതാണെന്നും ഭർത്താവിന്റെ അനിയൻ ഹർഷിദും 3 സുഹൃത്തുക്കളുമാണ് കാറിൽ ഉണ്ടായിരുന്നതെന്നുമാണ് കമ്പളക്കാട് SHO മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. പ്രതികൾ ഒളിവിലാണെന്നും അവരെ പിടികൂടാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. KL 52H 8733 എന്ന മാരുതി സെലേറിയോ ആണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മാനന്തവാടി പയ്യമ്പള്ളി കൂടൽക്കടവിൽ ചെക്ക് ഡാം കാണാനെത്തിയ 2 സംഘങ്ങൾ തമ്മിലാണ് വാക്കുതർക്കം ഉണ്ടായത്. ബഹളം കൂടിയതോടെയാണ് നാട്ടുകാരും വിനോദസഞ്ചാരികളും പ്രശ്നത്തിൽ ഇടപെട്ടത്. ഇവർ തമ്മിലും തർക്കമുണ്ടായി. കല്ലുമായി ആക്രമിക്കാനെത്തിയ യുവാവിനെ തടഞ്ഞതാണ് ഇതിനെല്ലാം വഴിവെച്ചത്. 4 പേരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. നാട്ടുകാർ ഇടപെട്ടതോടെയാണ് യുവാവിനെ ഇവർ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത്. സംഭവത്തിൽ ഉൾപ്പെട്ട കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസ് എന്ന ആളുടെ പേരിലാണ്. ഇവർ 4 പേർക്കെതിരെയും കേസെടുത്തതായി പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു.